ഭാഗവതം ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ കഥകൾ ഓരോന്നും സജ്ജനങ്ങളുടെയും സാധുജനങ്ങളുടെയും സ്വൈരജീവിതത്തെ പരിപാലിക്കുന്നതിനും അവർക്ക് സമാധാന സമ്പൂർണമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിനും അതിന് ഭംഗം വരുത്തുന്ന നിശാചരരെയും നീചശക്തികളെയും നിഗ്രഹിക്കുന്നതുമായ പുണ്യകഥനങ്ങളത്രേ. അത്തരമൊരു കഥയത്രേ ദാവാഗ്നിമോക്ഷം. കാളിയമർദ്ദനത്തിന് ശേഷം വ്രജഭൂമിയിലേക്ക് കാലെടുത്തു വെച്ച കണ്ണനെ വാരിപ്പുണരുവാൻ വൃന്ദാവനത്തിലെ സജ്ജനങ്ങളോടൊപ്പം വ്രജഭൂമിയിലെ നിവാസികളും ഒത്തുചേർന്നു. ആനന്ദാതിരേകത്താൽ മതിമറന്ന് കൃഷ്ണനെ വാരിപ്പുണർന്ന് ആടിയും പാടിയും ആ കാളന്തി തീരത്ത് അവർ തങ്ങളുടെ സന്തോഷം പങ്കുവച്ചു. സമയം വൈകിയതിനാൽ അവർ വൃന്ദാവനത്തിലേക്ക് പോകേണ്ടതില്ലെന്നും അവിടെ തന്നെ വിശ്രമിക്കാമെന്നും തീരുമാനിച്ചു. ഈ ഉത്സവാതിരേകത്തിനിടയിൽ ഇടയബാലകരുടെ ശ്രദ്ധ തെറ്റിയ കാലിക്കൂട്ടങ്ങൾ മുഞ്ചാവനത്തെ ലക്ഷ്യമാക്കി പോയിരുന്നു. കാലികളെ കാണാതെ അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഗോപകുമാരന്മാരും മുഞ്ചാവനത്തിൻ ഉള്ളിലെത്തി. ഒട്ടൊന്ന് വിശ്രമിച്ചപ്പോഴേക്കും ചുറ്റുപാടും ഹുങ്കാരനാദത്തോടെ ഓടിയടുക്കുന്ന അഗ്നിനാളങ്ങളെയാണ് അവർക്ക് കാണാനായത്. രാമകൃഷ്ണന്മാരെ വകവരുത്തുക എന്ന കിരാത ലക്ഷ്യത്തോടെ കാപാലിക കംസന്റെ കിങ്കരന്മാർ മുഞ്ചാവനത്തിന് തീയിടുകയായിരുന്നു. തങ്ങളെ രക്ഷിക്കാൻ ജഗന്നിയാതാവായ ശ്രീകൃഷ്ണനല്ലാതെ മറ്റാർക്കുമാവില്ലെന്ന തിരിച്ചറിവോടെ ഗോപകുമാരന്മാർ തങ്ങളെ രക്ഷിക്കുവാൻ കണ്ണനോടപേക്ഷിച്ചു. സർവജ്ഞനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപകുമാരന്മാരോട് ശാന്തരായി കണ്ണുകളടയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. ക്ഷണത്തിൽ വിശ്വരൂപം പൂണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ വായ് തുറന്ന് സർവം ദഹിപ്പിക്കുവാൻ എത്തുന്ന അഗ്നിയെ സമ്പൂർണമായും അണ്ഡകടാഹം പോലെ തന്നിലേക്ക് ആവാഹിച്ചു. മുഞ്ചാവനം ശാന്തമായി. കൺതുറന്ന കാലിക്കൂട്ടങ്ങളും ഗോപാലബാലന്മാരും ആനന്ദാതിരേകത്താൽ കൃഷ്ണസ്തുതികൾ ഉദ്ഘോഷിച്ചുകൊണ്ട് ആനന്ദചിത്തരായി വൃന്ദാവനത്തിലേക്ക് യാത്രയായി. അങ്ങനെ സജ്ജന പരിപാലനത്തിനായി എപ്പോഴൊക്കെ വേണ്ടിവരുന്നോ അപ്പോഴൊക്കെ തൻ്റെ ഈശ്വരാംശവും ആത്മചൈതന്യവും അവരുടെ മേൽ സംരക്ഷണമായി എടുക്കാൻ കൃഷ്ണഭഗവാൻ സദാ ജാഗരൂകനായിരുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ.